കർത്താവിൽ വാത്സല്യമുള്ളവർ, കൂടാരപ്പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയാകുന്നുവല്ലോ ഇത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത എന്ന ട്രാൻസ്ഫിഗറേഷൻ ശിഷ്യന്മാർക്കും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതായത് മോശയും ഏലിയായും, ഈ സംഭവം ശിഷ്യന്മാരിൽ നിന്ന് പറഞ്ഞു കേൾക്കുകയും അത് എഴുതുകയും പിന്നീട് പാരായണം ചെയ്യുകയും ചെയ്യുന്നവർക്കെല്ലാം ചിന്തയ്ക്കും മനനത്തിനും ഏറെ ഗുരുത്വമുള്ള ഒരു സംഭവമായിരുന്നുവല്ലോ അത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കേവലം ഒരു അക്കാഡമിക്കായിട്ടുള്ള ഒരു പഠനമോ വിചിന്തനമോ ആകാൻ പാടില്ല. അതെല്ലാം നമുക്ക് ഗാഢമായ ചിന്തയ്ക്കും മനനത്തിനും ധ്യാനത്തിനും ആയുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇന്ന് വായിച്ച സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. വാട്ട് ഡു യു തിങ്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ്. മലയാള പരിഭാഷയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞത് അത്ര ശരിയല്ല. വാട്ട് ഡു യു തിങ്ക്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അതോ ചിന്തിക്കുന്നില്ലയോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയും നിങ്ങളുടെ കൺമുമ്പിൽ കാണുകയും ചെയ്തിട്ടും നിങ്ങൾക്കിത് ഏതുമില്ലേ, ഒന്ന് ചിന്തിക്കാൻ മനനം ചെയ്യാൻ സൗകര്യമില്ലേ എന്നുള്ള ചോദ്യം തന്നെ. ദൈവം അനന്തമായി തൻ്റെ സൃഷ്ടികളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കാതൽ. ഐ റിപ്പീറ്റ്, സർവശക്തനായ ദൈവം എല്ലാവരെയും എല്ലാറ്റിനെയും നിബന്ധന കൂടാതെ അനന്തമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന് മറുപടി പറയാനുള്ള സ്നേഹപൂർവമായ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നുണ്ട്. ഇപ്പം ചിന്തിച്ച് നോക്കിക്കൊള്ളൂ. സങ്കീർത്തനം പല ഭാഷകളിൽ ഇത് പറയുന്നുണ്ട്. യഹോവ എനിക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും പകരം ഞാൻ അവനെന്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സ്തോത്രമർപ്പിക്കുമെന്നാണ് പുറകെ വരുന്നത്. ഇപ്പം എങ്ങനെയാണ് ഈ സ്നേഹത്തോട് പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യമായി തന്നെ നിലനിൽക്കട്ടെ. അത് മനുഷ്യ മനസ്സുകളെ മഥിക്കട്ടെ. ഈ സ്നേഹത്തോട് പ്രതികരിക്കുന്നത് സ്നേഹം കൊണ്ടല്ലാതെ ഒന്നുകൊണ്ടും ആവുകയില്ല, ആകാൻ പാടില്ല താൻ. ആ സ്നേഹത്തിൻ്റെ ഭാവം, അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് അനുതാപം, റിപ്പൻറ്റൻസ് ആണ്. ഞാൻ നിന്നെയും സ്നേഹിക്കുന്നുവെന്ന് വെറുതെ വാ കൊണ്ട് പറഞ്ഞാലാകുന്നില്ല. അതിൻ്റെ എന്താണ് തെളിവ്? വാട്ട് ഈസ് എ പ്രൂഫ് ദാറ്റ് വി ലവ് ഗോഡ്, വി റെസ്പെക്ട് ഗോഡ്? അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് റിപ്പൻറ്റൻസ്. മനുഷ്യനാണ് വ്യത്യാസം വരേണ്ടത്, ദൈവത്തിനല്ല. നമുക്ക് വ്യത്യാസം വരേണ്ടത് നമ്മുടെ ആരാധന വഴി, വേദപാരായണം വഴി, നോമ്പ് വഴി, ഉപവാസം വഴി, കുമ്പിടിയിൽ വഴി, മനുഷ്യബന്ധങ്ങൾ നന്നാക്കുന്നത് വഴി ഒക്കെ ആണല്ലോ. ഈ ആഴ്ചയിൽ നമുക്ക് ഒരാശയം പഠിക്കാനുള്ള ഇതാണ് ഹൗ ടു റെസ്പോണ്ട് ടു ദ ലവ് ഓഫ് ഗാഡ്. ആൻഡ് ദാറ്റ് റെസ്പോൺസ് ഈസ് പോസിബിൾ only through love, the content of which is repentance. മറ്റൊരു പ്രധാന പാഠം യേശുക്രിസ്തു പറഞ്ഞ കഥകളിൽ നിന്നാണ്. അദ്ദേഹം ഗുരുവായിരുന്നു, അധ്യാപകൻ, ടീച്ചർ, റബായ് പാർ എക്സലൻസ്. സമനില്ലാത്ത ഗുരുവായിരുന്നു യേശുക്രിസ്തു. അദ്ദേഹം ധാരാളം കഥ പറഞ്ഞാണ് പഠിപ്പിക്കുക. ഇന്നും പഠിപ്പിക്കൽ വിജയിക്കണമെങ്കിൽ അത് വേണമല്ലോ. ഏതൊക്കെയോ സാമ്യം പറഞ്ഞും കഥ പറഞ്ഞുമാണ് മനുഷ്യൻ്റെ ശ്രദ്ധ അതിലേക്ക് പിടിച്ചു നിർത്തുന്നത്. അദ്ദേഹം 2 പാരബിൾസ് പറഞ്ഞു. അതിലൊന്നാണ് ഇന്ന് വായിച്ചത്. ഒന്ന് സെയിൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 21:28 onwards. The other parable is Saint Luke's Gospel chapter 15 verse 11 onwards. These 2 parables, always the content is almost the same. It points in the same direction. Again, the subject is the same. We need to repent and respond to the eternal overflowing love of God. That is our duty as human beings. And He is calling us
to his love. Come back to me, then I will come back to you. That coming back for us is a 190-degree turn, turning back to God. The two parables are, the first one which we read today, the story of a father and two sons. And it is very obvious that the two sons act in two different directions. One says no, but he repents. The other says yea, but he doesn't do. And that makes us think, is it not the story of human beings? Is it not our own story? The other parable is the parable of the prodigal son. In both these, we are familiar with these parables, these stories. We have read it in Sunday school or at home. The gist of these two parables is this. Here is a father who is humiliated by his own children. It's something terrible. Nobody can stand it. Nobody will stand it. Here is a father in both the parables. The father is humiliated by his own children, his own sons. In the first parable, which we read today as part of the gospel, the father is humiliated in public, where a son looks at his face, straight to his face, and says, "No, I am not ready to go." But later on he repents. That is, the story continues. But the other one says yes, but he doesn't do. So both of them are humiliating, deriding their own father. Now look at the other parable, parable of the prodigal son, the elder one and the younger one. We normally find fault with the younger one, who receives his part of the wealth of his father and goes away to another place, and later on comes back with repentance. The elder one he never repents at all. It is just like the other story. In both the stories, because we know the content and the relation of the stories, I am not going to relate it, but just look at this. This is the central issue. This is the crux of the two parables. Here is the father who is humiliated by his own children. And who is this father? That is a big question. When we read these parables or listen to that when it is read, the father in the parable is Father God. And God is humiliated by his own children, people like us. That is the story. The two parables tell us God the Father continues to love his children, though they humiliate him in public. The Father in both the stories continues to love his children, his sons, even when they say, "No, I can't, I won't, you mind your business." Still the Father continues to love his son, his children. And in the other story of the prodigal son, the son went away humiliating his father. They have no right to get the wealth, part of the wealth, when the father is alive, but he asked for it. So publicly he humiliated his father. The elder one also humiliated his father in public. The father is requesting, "My son, come inside." He said, "No, I won't come." So in the eyes of the community, the father is humiliated. And this story continues. This is the story of the world. People like us, we continue to humiliate the Father, who is the Father of all, the Creator God, who created us, who sustains us, and who redeemed us. Let us take this message to heart. We are to respond to the eternal, unfailing love of God with repenting love, unconditional love. If there is no love like that, we won't love other human beings, our brothers and sisters. Especially, my dear ones, these are days when triple calamities have hit our home state, Kerala. Already the pandemic, the worldwide pandemic,
COVID-19 is there. And along with that, a couple of days ago, we had that shattering news for all Malayalis, for Indians. The plane crash at Karipur in Calicut. It's a terrible tragedy in the aviation history of India. And at the same time, we have the flood and the landslip at Munnar. So we have Corona, we have the plane crash, and the landslip at Munnar. Can you expect something like that in God's own country? Triple calamities. We don't know what to do. Families have been devastated. So many people have died. Many of them are in hospitals, and the whole world is praying for them. Should we not join them? And what is the basis for this? Because I love God, unconditionally, I pray and care for all these people. Friends, today, as Kerala is mourning, as India is bleeding, let us appeal to God to have mercy and grace on Kerala. The people of Kerala, the people of the world are already suffering with Corona. This is too much for us. We don't know what all these things mean, but let us be one with those people who are in dire straits, who are suffering. Let us be with them in prayer. As the children of God, as the children of the church, let us all raise up our hands and minds to God and pray for all people who are suffering. They are our brothers and sisters in Christ. The Father God still loves us. Even if we crucify His Son, spit at His face, even then He will say, yes, I still continue to love you. In the name of the Father, the Son, and the Holy Spirit, Amen.